സന്നിധാനത്ത് മകരവിളക്ക് ഒരുക്കങ്ങൾ തുടരുകയാണ്. തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ഇന്നലെ 69,299 പേരാണ് സന്നിധാനത്ത് എത്തിയത്. മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്തെ കാഴ്ചയാണിത്. നമുക്ക് കാണാം, നടപ്പന്തൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. എവിടെയും നിയന്ത്രണങ്ങളില്ല. തീർത്ഥാടകർക്ക് ആ നടപ്പന്തലിലൂടെ നേരിട്ട് 18ാം പടിയിലേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു തിരക്കുമില്ല. സുഖദർശനത്തിനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ല. നമുക്കറിയാം, മുൻപൊക്കെ 6-7 മണിക്കൂർ കാത്തുനിന്ന് പലയിടങ്ങളിലായി തടയപ്പെട്ടൊക്കെയാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നെങ്കിൽ ആ സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ 69,299 പേരാണ്, അതായത് ഈ ഒരു മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷമുള്ള ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയ ദിവസം ഇന്നലെയാണ് എന്നാണ് പോലീസിന്റെ കണക്ക്. വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ തിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു തിരക്കും എവിടെയും അനുഭവപ്പെടുന്നില്ല. തീർത്ഥാടകർ സുഖമായിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരവസ്ഥ. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ വലിയ ഒരു വിഭാഗം ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാണ്ടിത്താവളത്തിലും അതേപോലെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ പലയിടങ്ങളായി ഷെഡുകളിലും പർണശാലകളിലൊക്കെ തീർത്ഥാടകർ തമ്പടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇനി മകരവിളക്ക് കണ്ടതിന് ശേഷമേ മടങ്ങിപ്പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. സന്നിധാനത്ത് മകരവിളക്കിന് 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും RF ഉദ്യോഗസ്ഥരും ഒക്കെ സന്നിധാനത്തേക്ക് ഡ്യൂട്ടിക്കായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകരവിളക്കിന്റെ ചടങ്ങുകൾക്കും ഇന്ന് തുടക്കമാകും. പ്രാസാദ ശുദ്ധിക്രിയ, അതായത് ക്ഷേത്രശുദ്ധി വരുത്തുന്ന ചടങ്ങുകൾക്കാണ് ഇന്ന് തുടക്കമാകുക. വൈകുന്നേരം 5 മണിക്കാണ് തന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചടങ്ങുകൾ നടക്കുക. നാളെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. അങ്ങനെ മകരവിളക്കിനായി സന്നിധാനം ഒരുങ്ങുകയാണ്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ വലിയ അത്ര തിരക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, എവിടെയൊക്കെയാണ് ഇത് കണ്ടു തൊഴാനുള്ള ദർശന സൗകര്യങ്ങൾ ഉണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വലിയ തിരക്കും അതുപോലെ തന്നെ ഈ മകരവിളക്ക് ദർശനത്തിനുമായി ബന്ധപ്പെട്ടുള്ള തിരുവാഭരണം കാണുന്നതിന് വേണ്ടി വലിയ തിരക്കാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ഇതിലെ പുലർച്ചെ മുതലുണ്ടായിരുന്നത്. എന്നാൽ അല്പസമയം മുമ്പാണ് തിരുവാഭരണം ഘോഷയാത്ര പന്തളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം 12 മണിക്കാണ് ഗുരുസ്വാമി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ ഈ തിരുവാഭരണ പേടക വാഹക സംഘം ഈ ശിരസിലെത്തിയാണ് ഇപ്പോൾ പന്തളത്തിൽ നിന്നും തിരുവാഭരണം പുറപ്പെട്ടുള്ളത്. 30 അംഗ സംഘമാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര അനുഗമിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെയും അപ്പുറത്തേക്കും വലിയ ഒരു അയ്യപ്പന്മാരുടെയും അതുപോലെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരു സാന്നിധ്യം പുലർച്ചെ മുതലുണ്ടായിരുന്നു. രാവിലെ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിന് ശേഷം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ് പുലർച്ചെ മുതൽ ദർശനമായി വെച്ചിരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള അയ്യപ്പന്മാരുടെ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം 12 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. ആചാരപരമായ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാന് ഗുണവാൾ ക്ഷേത്രം മേടിച്ചത് പൂജിച്ചു നൽകിയതോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. പിന്നീട് ക്ഷേത്രത്തിലുള്ള നീരാഞ്ജനം ഒഴിഞ്ഞതോടുകൂടിയാണ് തിരുവാഭരണപ്പെട്ടി ഈ ആഭരണപ്പെട്ടി 3 പേടകങ്ങളാണ് പ്രധാനമായും കൊണ്ടുവന്നത്. ഒന്ന് സ്വർണ്ണാഭരണങ്ങളും 2 കുടിപ്പെട്ടിയും 30 ഈ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന പൂജാ പാത്രങ്ങളും അടങ്ങിയ 3 പെട്ടികളാണ് ഈ തിരുവാഭരണ പെട്ടികളായി ഘോഷയാത്രയെ കൊണ്ടുവന്നത്. എന്നാൽ 3 പേടകങ്ങളും ശിരസിലേറ്റിക്കൊണ്ട് ഘോഷയാത്ര ഇവിടുന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം അയിരൂർ പുതിയ ക്ഷേത്രത്തിലാണ് ഈ തിരുവാഭരണ സംഘം വിശ്രമിക്കുക. നാളെ സത്രത്തിന് വിശ്രമിച്ച ശേഷം മറ്റന്നാൾ 14-ാം തീയതിയാണ് പമ്പയിൽ എത്തിച്ചേരുക. വലിയാനവട്ടം ചെറിയാനവട്ടം വഴിയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടുന്ന് നേരെ ശിരസിലേറ്റിയാണ് വീണ്ടും ഈ തിരുവാഭരണം ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തി വെച്ച് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് അയ്യപ്പ സേവാ സംഘത്തിന് പ്രവർത്തകരും തിരുവാഭരണം സ്വീകരിച്ചാണ് സന്നിധാനത്ത് എത്തിക്കുകയും പിന്നീട് തിരുവാഭരണ ചാർത്തിയുള്ള മകരവിളക്ക് ദർശനം നടക്കുകയും ചെയ്തു. ഏതായാലും ഭക്തി നിർഭരമായ ഒരു ചടങ്ങിനാണ് പന്തളം സാക്ഷിവഹിച്ചത്. നിരവധി ഭക്തർ പുലർച്ചെ ഉണ്ടായിരുന്നു. വലിയ തിരക്കും ഉണ്ടായിരുന്നു. എന്തായാലും ദർശനം പൂർത്തിയാക്കി ഭക്തർ മടങ്ങിയിരിക്കും. തിരുവാഭരണം ഇപ്പോൾ ഘോഷയാത്രയായി പല സ്ഥലങ്ങളും വിവിധ ക്ഷേത്രങ്ങളിൽ കൂടെ കടന്നാണ് ഈ തിരുവാഭരണം പരമ്പരാഗത കാനന പാതയിലൂടെ സഞ്ചരിച്ചാണ് ഇത് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു തിരുവാഭരണം ഇപ്പോൾ പന്തളത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.